നമസ്കാരം. ഇന്റർവെൻഷണൽ റേഡിയോളജിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ ആധുനിക ചികിത്സാ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. നമുക്കൊപ്പം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ അംജദ എ കലാം ചേരുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. താങ്ക് യു. കേൾക്കുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത്? കേൾക്കാം ഡോക്ടർ. ഓക്കെ ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഇന്റർവെൻഷണൽ റേഡിയോളജി? ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ ബാക്കി ഏതൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി, അതായത് ഇപ്പോൾ ജനങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാർഡിയോളജി, പൾമനോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി ഇതുപോലെ തന്നെയുള്ളൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി ആണ്. ഈ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിൽ നമ്മൾ ചില ഇമേജിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മളിപ്പം ജനങ്ങൾക്കിടയിൽ സ്കാനിങ് ചെയ്യാന്ന് പറയും. അതായത് ഒരു അൾട്രാസൗണ്ടോ CT സ്കാനിങ്ങോ ഫ്ലൂറോസ്കോപ്പിക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പം അത്തരം ഇമേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ ഒരു സ്കാനിങ്ങിന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെറിയ കാത്തീറ്ററുകൾ അല്ലെങ്കിൽ ഗൈഡ് വയറുകൾ, ചെറിയ ബലൂണുകൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കരിക്കാനാണെങ്കിൽ ആന്റിന പോലുള്ള 2 മില്ലിമീറ്ററിൽ താഴെ മാത്രം വരുന്ന ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം, ഈ സർജറിയുടെ ഒരു എവല്യൂഷനിൽ നമുക്ക് ആദ്യം ഓപ്പൺ സർജറീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അത് കീഹോൾ സർജറി ആയിട്ടും ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു റോബോട്ടിക് സർജറി എന്നുള്ള നിലയിലോട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ആധുനിക ചികിത്സാ രീതിയുടെ ഒരു നിശബ്ദ വിപ്ലവം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്റർവെൻഷൻ റേഡിയോളജി. ഇതിൽ നമുക്ക് കീഹോളും പോയി ഇപ്പോൾ പിൻഹോൾ ആണ്, അതായത് 2 മില്ലിമീറ്റർ താഴെയുള്ള സുഷിരങ്ങൾ വഴിയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ നൂതന ചികിത്സാ രീതിയുടെ സാധ്യതകൾ എന്തെല്ലാമാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്? ഇപ്പോൾ ഡയഗ്നോസിസ് മുതൽ ട്രീറ്റ്മെന്റ് വരെ എന്തെല്ലാം സാധ്യതകളാണുള്ളത്? ഈ ഇന്റർവെൻഷൻ റേഡിയോളജി വിഭാഗം എന്ന് പറയുന്നത് റേഡിയോ ഡയഗ്നോസിസ്, അതായത് സ്കാനിങ്ങിലെ ഡോക്ടർമാർ അതിനുശേഷം സബ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ ഇപ്പം നമുക്കൊരു ശരീരത്തിൽ ഒരു മുഴയുണ്ടായിരുന്നെങ്കിൽ പണ്ട് നമ്മൾ ചെയ്തിരുന്നത് എക്സിഷൻ ബയോപ്സി എന്ന് പറയുന്ന ഒന്നാണ്. അതായത് ആ മുഴയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചെടുത്ത് ആ മുഴയുടെ എന്താണ് കാരണം, അതായത് ക്യാൻസർ പോലുള്ള കാര്യങ്ങളുണ്ടോ അതോ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പെത്തോളജി വിഭാഗത്തോട്ട് അതിന്റെ ഹിസ്റ്റോപെത്തോളജിക്കൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ സെൻഡ് ചെയ്യണമായിരുന്നു. പണ്ട് നമ്മൾ ഓപ്പൺ സർജറി ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. ഇന്റർവെൻഷൻ റേഡിയോളജിയുടെ വരവോടുകൂടി നമുക്കിപ്പം അത് ഓപ്പൺ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണോ നമുക്ക് ആ മുഴയുള്ളത്, നമുക്ക് അതിലോട്ട് ഒരു ചെറിയ സൂചി കയറ്റിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ചെറിയ 2 മില്ലിമീറ്റർ താഴെയുള്ള ആ ഓട്ടയിലൂടെ നമുക്ക് കോശങ്ങൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ ഹോസ്പിറ്റൽ സ്റ്റേയോ അല്ലെങ്കിൽ ദൈർഘ്യമുള്ള ഒരു പ്രൊസീജിയറോ വലിയൊരു അനസ്തീഷ്യയോ ഒന്നിന്റെ ആവശ്യമില്ല. ആ ഒരു ഭാഗം മാത്രം മരവിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സ്കാനിങ്ങിന്റെ സഹായത്തോടു കൂടി നമ്മളിപ്പം മുഴയിലോട്ട് കടന്നിട്ട് കോശങ്ങൾ എടുത്ത് നമ്മൾ പരിശോധനയ്ക്ക് അയക്കുന്നു. ഇതിലിപ്പം നമുക്ക് 2 രീതിയിലാവാം. ഇപ്പം വളരെ നമുക്ക് കാണാവുന്ന തരത്തിലുള്ള ഒരു വലിയൊരു മുഴയാണെന്ന് വിചാരിക്കും. നമുക്കതിനെ ബ്ലൈൻഡ് ബയോപ്സി, അതായത് നമുക്ക് പാൽപ്പബിൾ ആയിട്ടുള്ള ഒരു മുഴയാണ്, അതിൽ നിന്ന് നമുക്ക് നേരെ സൂചി കുത്തിയിട്ട് ഈ ബയോപ്സി എടുക്കാം. അങ്ങനെ ബയോപ്സി എടുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു മുഴ മൊത്തത്തിൽ കട്ടിയായിട്ടാണോ അതോ അതിന്റെ നടുക്കോ ഏതെങ്കിലും ഭാഗങ്ങളിലോ വെള്ളം പോലെ ആയിട്ടാണോ ഇരിക്കുന്നതെന്ന്. അതുപോലെ വെള്ളം പോലെ ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ബയോപ്സി എടുക്കുന്നതെങ്കിൽ നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഇമേജിംഗ് അറിയാവുന്ന ഡോക്ടേഴ്സ് ആണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് എവിടെയാണോ ആ ഒരു കട്ടിയുള്ള ഭാഗമുള്ളത്, എവിടെ നിന്ന് എടുത്താലാണോ സാമ്പിൾ ആഡിക്വേറ്റ് ആയിട്ട് വരുന്നത്, ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് സാമ്പിളിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രിസിഷൻ എന്ന് പറയുന്നതാണ് ഇന്റർവെൻഷൻ റേഡിയോളജിയിലെ വൺ ഓഫ് ദ ഹൈലൈറ്റ്. നമുക്ക് പ്രിസൈസ് ആയിട്ട് ആ വേണ്ട സ്ഥലത്ത് നിന്ന് മാത്രം ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ എടുക്കാൻ പറ്റും. ഇതാണ് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പഴുപ്പ് കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ നമുക്കൊരു ചെറിയൊരു സൂചി ഇട്ടിട്ട് ആ പഴുപ്പിന്റെ അകത്തു നിന്നുള്ള സാമ്പിളിനെ എടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കാൻ പറ്റും. ഇതും വേറൊരു ഡയഗ്നോസ്റ്റിക് എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ട്രീറ്റ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കി സ്പെഷ്യാലിറ്റികളെ പോലെ ഇപ്പം പൾമനോളജി ശ്വാസകോശത്തെ സംബന്ധിച്ച് മാത്രമാണ്, ന്യൂറോളജി ബ്രെയിൻ സ്പൈനൽ കോർഡ് അങ്ങനത്തെ ന്യൂറോളജിക്കൽ വിഭാഗത്തെ പറ്റി മാത്രമാണ്, കിഡ്നി സംബന്ധമായ മാത്രമായിട്ട് നെഫ്രോളജി. പക്ഷെ ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത് ഹെഡ് ടു ഫുട്ട് ഉള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? മറ്റ് ചികിത്സാ രീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെല്ലാം അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്? ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. മിനിമലി ഇൻവേസീവ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മില്ലിമീറ്റർ താഴെയാണ് ഒട്ടുമിക്ക ഇന്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയറിൽ നമുക്ക് വരുന്ന മുറിവ്. തുന്നലുകളോ ജനറൽ അനസ്തേഷ്യയോ ഒന്നും നമുക്ക് അതിന് ആവശ്യം വരാറില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് അനസ്തീഷ്യ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസോ പ്രൊസീജിയർ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസോ താരതമ്യേന വളരെ കുറവാണ്. അപ്പൊ പ്രിസിഷൻ കിട്ടും, നമുക്ക് മിനിമലി ഇൻവേസീവ് ആണ്. മിനിമലി ഇൻവേസീവ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻസിന് ഹോസ്പിറ്റൽ സ്റ്റേ അധികം വേണ്ടി വരുന്നില്ല. അപ്പം പേഷ്യന്റ് ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരാത്ത പേഷ്യന്റിനെ സംബന്ധിച്ചിടത്താണെങ്കിലും ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ അത്രയും ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുമ്പം അവർക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് പോകാനും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകാനും ഒക്കെ ഉള്ള ഒരു തടസ്സവും വീട്ടിലോട്ടുള്ള വരുമാനത്തിന് ഒരു കുറവും കാര്യങ്ങളും വരും. പക്ഷെ നമ്മൾ IR റിലേറ്റഡ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പം നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചെത്താനുള്ള ടൈം ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഈസി റിക്കവറി, ഏർലി റിക്കവറി നമുക്ക് ഉണ്ടാവുന്നതാണ്. അനസ്തീഷ്യ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഇല്ല. വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ നോക്കി എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് അവിടെ മാത്രമാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ബാക്കി എവിടെയും ഒരു ടിഷ്യൂ മാനിപ്പുലേഷൻ വരുന്നില്ല. പ്രിസൈസ് ആയിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം പോയിട്ട് നമ്മൾ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ എന്തെല്ലാം രോഗങ്ങൾക്ക് ഇന്റർവെൻഷണൽ റേഡിയോളജിയിലൂടെ ചികിത്സ സാധ്യമാണ്? ഇപ്പോൾ മുഴകൾ, സ്ട്രോക്ക്, വെരിക്കോസ് വെയിൻ തുടങ്ങിയ രോഗങ്ങൾക്ക് ഈ നൂതന സംവിധാനം നൽകുന്ന പ്രതീക്ഷ എത്രത്തോളമാണ്? ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇപ്പം വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു അസുഖമാണ്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് സ്ട്രോക്ക് വന്നു, നമുക്ക് ഈ ഒരു പുതിയ ചികിത്സാ രീതിയെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ കൊണ്ട് മാത്രം അയാൾക്ക് ആ ഒരു ചികിത്സ നിഷേധിക്കപ്പെടരുത്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ഒരു രക്തക്കുഴലാണ് അടഞ്ഞിരിക്കുന്നത് എങ്കിൽ നമുക്കൊരു 6 മണിക്കൂറിൽ ഇന്റർവെൻഷൻ റേഡിയോളജി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് സെന്ററിൽ നമുക്ക് എത്തിക്കാൻ പറ്റുകയാണ് എങ്കിൽ നമുക്ക് ആ അടഞ്ഞിരിക്കുന്ന ആ ക്ലോട്ടുകളെ വലിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളൊരു പ്രക്രിയയുണ്ട്. ഒരു ചികിത്സാ രീതിയാണ്, അതിന്റെ പേര് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്നാണ്. സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ് ഇപ്പം വളരെ അധികം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആ ഒരു ഹോസ്പിറ്റലിലോട്ട് നമുക്ക് വിത്തിൻ 6 hours ഈ രോഗിയെ നമുക്ക് എത്തിക്കാൻ പറ്റുകയാണ് എങ്കിൽ നമുക്ക് മെക്കാനിക്കൽ ത്രോംബെക്ടമിയിലൂടെ ആ പേഷ്യന്റിന്റെ ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അയാളുടെ ബാക്കിയുള്ള ലൈഫ് സ്പാൻ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തെ കരകയറ്റാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പൊ മുഴകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ തൈറോയിഡിലെ മുഴ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്, തൈറോയിഡ് ഗ്രന്ഥിയിലെ മുഴ. അപ്പൊ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അതിന്റെ ചികിത്സാ രീതിയാണ് തൈറോയിഡിനെ സർജറി ചെയ്ത് റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പൊ സർജിക്കൽ എക്സിഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തൈറോയിഡ് സപ്ലിമെന്റേഷൻസും കാര്യങ്ങളും ഒക്കെ ജീവിതകാലം മൊത്തം നമുക്ക് എടുക്കേണ്ടി വരും. ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ നമുക്കുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ചെറിയ സൂചികളോട് കൂടി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മില്ലിമീറ്റർ താഴെയുള്ള ചെറിയൊരു സൂചി, നമ്മൾ ആ മുഴ എവിടെയാണോ ആ മുഴയിലോട്ട് നമ്മൾ ആ സൂചി ഇട്ട് ആ മുഴയെ നമ്മൾ കരിച്ചു കളയും. അപ്പം ആ മുഴയെ മാത്രമേ, അത് ഏതാണോ നോർമൽ ആയിട്ടുള്ളത് അതിനെ മാത്രമേ നമ്മൾ കരിച്ചു കളയുന്നുള്ളൂ. നോർമൽ ആയിട്ടുള്ള തൈറോയിഡ് പാരന്റമി പ്രിസർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സപ്ലിമെന്റേഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ അങ്ങനെ എടുക്കേണ്ടി വരുന്നില്ല. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ളതാണ് ബ്രസ്റ്റിലെ മുഴകൾ. ബ്രസ്റ്റിലെ മുഴകൾക്കും നമുക്ക് ഇതുപോലെ ബയോപ്സിയും കാര്യങ്ങളും ചെയ്ത് ചെയ്യാനും വാക്യൂം അസിസ്റ്റഡ് ആയിട്ടുള്ള അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. യൂട്രസിന്റെ അകത്തെ മുഴകൾ ഇപ്പം ഒരു 40-45 വയസ്സുള്ള ഒരു ഫീമെയിലിന് യൂട്രസിൽ വളരെയധികം ഫൈബ്രോയിഡുകൾ എന്നാണല്ലോ യൂട്രസിലെ മുഴകൾ പറയാം. അപ്പൊ അത്തരം ഫൈബ്രോയിഡുകൾ വരുമ്പോഴത്തേക്കും എല്ലാത്തിനെയും മയോമെക്ടമി അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്റക്ടമി ചെയ്തിട്ടാണ് ഇതിനെടുക്കുക. അതായത് ആ ഒരു മുഴയെ മാത്രമായിട്ട് നമ്മൾ മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ യൂട്രസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. അത് അത്രയും യങ്ങർ ഏജിലുള്ള ഒരാൾക്ക് ഒരു പക്ഷേ അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിരിക്കണമെന്നില്ല. അവിടെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ക്യാൻസറസ് അല്ല തുടങ്ങിയ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും നടത്തി അത് നമ്മൾ തെളിയിച്ചതിന് ശേഷം നമ്മൾ ആ മുഴകൾക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലിലോട്ട് സ്പെസിഫിക്കലി പോയിട്ട് ആ രക്തക്കുഴലുകളെ മാത്രം നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ മുഴയ്ക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളും കൊടുക്കുന്നത് ആ രക്തക്കുഴൽ വഴിയാണ്. അപ്പൊ ആ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്നതോടുകൂടി ആ മുഴയ്ക്ക് കിട്ടുന്ന സപ്ലൈ കുറയുന്നു, ആ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. ആ മുഴയും ചുരുങ്ങിയിട്ട് ഒടുവിൽ ആ മുഴ ചുരുങ്ങി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ. ഇത് നമ്മൾ ചെയ്യുക ഒന്നെങ്കിൽ കയ്യിലെ രക്തക്കുഴൽ വഴിയോ, അതായത് നമുക്ക് വളരെ സുപരിചിതമാണ് കാർഡിയോളജിയിൽ ഹൃദയ സംബന്ധമായ ബ്ലോക്കുകളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ കയ്യിലെ റേഡിയൽ ആർട്ടറി നമ്മൾ പറയും, കയ്യിലുള്ള ചെറിയ രക്തക്കുഴലിലൂടെ നമ്മൾ യൂട്രസിലോട്ട് പോവുകയോ അല്ലെങ്കിൽ തൊടയിലെ രക്തക്കുഴൽ വഴി യൂട്രസിലോട്ട് പോയിട്ടോ ആയിരിക്കും നമ്മളിത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവുക. പുരുഷന്മാരിൽ ഉണ്ടാവുന്ന പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി BPH എൽഡർലി ആയിട്ടുള്ള ഒട്ടുമിക്ക പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരിക, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തമായി ഒഴിച്ച് തീർന്നിട്ടില്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ. ഇതിനും നമുക്ക് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാത്തിനും നമുക്ക് ആവശ്യമാണ്. അതായത് എല്ലാ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫിയോ അല്ലെങ്കിൽ എല്ലാ ഫൈബ്രോയിഡ്സുകളോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം അത് ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആ രക്തക്കുഴലിലോട്ട് സ്പെസിഫിക്കലി പോയിട്ട് നമുക്ക് ആ രക്തക്കുഴലിനെ അടച്ച് ചെറിയ ചെറിയ തരി പോലത്തെ, ഇപ്പൊ മണ്ണിന്റെ തരിയൊക്കെ പോലെ അതിനേക്കാളും വളരെ ചെറിയ മോളിക്യൂൾസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു രക്തക്കുഴലിനെ അടച്ചിട്ട് ആ പ്രോസ്റ്റേറ്റിന്റെ വികസനം നമ്മൾ കുറയ്ക്കാം. പിന്നെ നമുക്ക് കാണാവുന്ന കാര്യമാണ്
ഇപ്പൊ കാലുകളിൽ മുറിവായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അത് രക്ത ഓട്ടത്തിന്റെ കുറവ് കൊണ്ട്, അതായത് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയും. അതായത് കാലിലോട്ടുള്ള രക്തക്കൊഴലുകളിൽ അടവ് വന്നതുകൊണ്ടായിരിക്കാം, ഒരു കൊഴുപ്പ് വന്നിട്ട് അടഞ്ഞതായിരിക്കാം. സ്മോക്കിംഗ് ഹിസ്റ്ററി ഒക്കെ ഉള്ളവർക്കാണ് കോമൺ ആയിട്ട് ഇത് കാണുന്നത്. അപ്പം ആ രക്തക്കൊഴലിൽ വന്ന അടവിനെ നമുക്ക് മെയിൻ ആയിട്ട് അവർ വിചാരിക്കും, ഓക്കെ കാലിലോട്ട് രക്തോട്ടം ഇല്ല, നമുക്കത് മുറിച്ചു കളയാം എന്നൊരു ഓപ്ഷൻ ആയിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ അതല്ല, നമുക്ക് ആ രക്തക്കൊഴലിലോട്ടുള്ള രക്ത ഓട്ടത്തിന് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഇപ്പൊ ഹൃദയത്തിലെ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വഴി അത് പുനഃസ്ഥാപിക്കുന്നത് പോലെ തന്നെ കാലിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോഴും നമ്മൾ അതിലോട്ട് ചെറിയ ബലൂണുകളും കാര്യങ്ങളും ഇട്ട് ആ അടഞ്ഞ രക്തക്കുഴലിനെ നമുക്ക് തുറക്കാൻ പറ്റും, പ്ലാസ്റ്റ് ചെയ്യാന്ന് പറയും. ഒരു പക്ഷേ നമ്മൾ ഈ ബലൂൺ ഇട്ട് വികസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഒരു പക്ഷേ വികസിച്ച് തന്നെ നിന്നു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റെൻഡിങ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇതുപോലെ തന്നെ കാലിന് മുറിവ് വരാനുള്ള വേറൊരു കാര്യമാണ് വെരിക്കോസ് വെയിൻ. അതായത് അശുദ്ധ രക്തങ്ങൾ കാലിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ അതിന്റെ വാൽവുകളിൽ ഉണ്ടാകുന്ന തകരാറ് കാരണം ഉണ്ടാകുന്നതാണ് വെരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ട്. ഈ വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലും കൂടുതൽ ഹയർ സ്റ്റേജിലാകുമ്പോഴത്തേക്കും കാലിൽ വീക്കം വരിക, മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ വരിക, സ്കിന്നിൽ ചേഞ്ചസ്, കളർ ഡിസ്കളറേഷൻ എന്ന് പറയും, വളരെ ഡാർക്കിഷ് കളർ വരിക, ഇച്ചിങ് വരിക എന്നൊക്കെ ഉണ്ടാവും. അപ്പം ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ അശുദ്ധ രക്തക്കുഴലിൽ നമുക്ക് പണ്ട് ചെയ്തിരുന്ന സ്ട്രിപ്പിംഗ് അങ്ങനത്തെ പ്രൊസീജിയർ ചെയ്തിരുന്നത്. അതായത് ആ കുഴലിലെ മൊത്തമായിട്ട് നമ്മൾ സർജിക്കൽ പ്രൊസീജിയർ ആയിട്ട് അതിനെ റിമൂവ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ചെറിയ ഈ 2 മില്ലിമീറ്ററിന് താഴെയുള്ള ഈ ഒരു ചെറിയ നിക്ക് ഇട്ടിട്ട് നമുക്ക് ചെറിയ ട്യൂബുകൾ ആ രക്തക്കുഴലിനുള്ളിലൂടെ പോയിട്ട് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് നമുക്ക് തെർമൽ ആയിട്ടുള്ള, അതായത് മൈക്രോവേവ് അബ്ലേഷൻ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ഹീറ്റ് പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് ഈ രക്തക്കുഴലിന് ഉള്ളിലോട്ട് ഒരു ട്യൂബ് കെട്ടിട്ട് ആ ട്യൂബിൽ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴൽ മൊത്തത്തിൽ നമ്മൾ ഹീറ്റ് വെച്ചിട്ട് അതിനെ അടയ്ക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഒരു ഡേ ഇൻ ഡേ ഔട്ട് പ്രൊസീജിയർ ഉണ്ട്, വെനസീൽ എന്ന് പറയും. അതായത് ഗ്ലൂ പ്രൊസീജിയേഴ്സ് ആണ്. അതായത് നമ്മൾ ചെറിയൊരു ട്യൂബ് രക്തക്കുഴൽ വഴി കയറ്റി, അതായത് നമ്മൾ ഏകദേശം നമ്മുടെ ഞെരിയാനിയുടെ അവിടുത്തെ രക്തക്കുഴൽ വഴിയായിരിക്കും കയറുന്നുണ്ടാവുക. കയറിയിട്ട് ആ ഒരു രക്തക്കുഴൽ ഏതാണോ അത് മൊത്തത്തിൽ ആ ഒരു ട്യൂബ് വെച്ച് നമ്മൾ എടുത്തിട്ട് ആ ട്യൂബിലൂടെ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ പഫ് ചെയ്ത് നമ്മൾ കുറച്ചായിട്ട് ഗ്ലൂ ഇടും. അപ്പം പശ, ബേസിക്കലി അത് പശയാണ്. പശ ചെയ്യുമ്പോഴത്തേക്ക് ആ രക്തക്കുഴൽ 2 വോളുകൾ തമ്മിൽ അടയും. അങ്ങനെ മൊത്തം ആ രക്തക്കുഴലിനെ നമ്മൾ അടയ്ക്കുകയാണ്. ആൻഡ് ദെൻ പേഷ്യന്റിന് രാവിലെ വരാം, പ്രൊസീജിയർ ചെയ്യാം. നെക്സ്റ്റ് ഡേ പേഷ്യന്റിന് വീട്ടിലോട്ട്, അന്ന് തന്നെ ഈവനിങ് പേഷ്യന്റ് വീട്ടിലോട്ട് പോകാം. നെക്സ്റ്റ് ഡേ പേഷ്യന്റ് വർക്കിന് റീജോയിൻ ചെയ്യാം. സോ ദാറ്റ് ഇസ് എ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ് ഇന്റർവെൻഷൻ റേഡിയോളജി ഇസ് ബ്രോട്ട് അപ്പ്. ശരി ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പുനലൂരിൽ നിന്നും ആദില ബീവിയാണ്. ആദില, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞു. ഹലോ, പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാനേ പുനലൂരിൽ നിന്ന് വിളിച്ചാണ്. ആദിത ദീദി എന്നാ പേര്. എനിക്ക് ഈ കിരണ്യയുടെ ഒരു അസുഖമുണ്ട്. എനിക്ക് ന്യൂമോണിയ വന്നു, സ്ട്രോക്ക് വന്നു. പിന്നെ എനിക്ക് 3 ഓപ്പറേഷൻ കഴിഞ്ഞു, 2 സിസേറിയനും 1 തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ ഈ കിരണ്യയുടെ എങ്ങനെയാ, എനിക്കത് അസ്വസ്ഥതയാ. അപ്പൊ സർജറിയെ കാണാൻ ചെന്നപ്പം പുനലൂർ ഗവൺമെന്റ് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു സ്ട്രോക്ക് വന്നത് കൊണ്ട് ഇനി പറ്റൂല എന്ന് പറഞ്ഞു. ഹെർണിയയുടെ നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇപ്പൊ ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ഒന്നുമില്ല. അത് സർജറി ഡോക്ടറെ കണ്ടിട്ട് ശേഷം ഹെർണിയയുടെ ട്രീറ്റ്മെന്റ് മെഷ് വെക്കുകയോ അതിന്റെ എത്രത്തോളം ഡിഫക്റ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. സ്ട്രോക്കിനാണെങ്കിലാണ് നമുക്ക് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ചികിത്സയുള്ളത്. ഇപ്പൊ സ്ട്രോക്ക് വന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്കിപ്പം ഒരു സൈഡിലെ രക്തക്കൊഴൽ മൊത്തം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു ഭാഗത്ത്, കഴുത്തിൽ നിന്ന് നമുക്ക് തലച്ചോറിലോട്ടാണല്ലോ രക്തോട്ടം ഉണ്ടാവുന്നത്. ഒരു പക്ഷേ ആ രക്തോട്ടം ഒരു ഭാഗത്ത് നിന്ന് മൊത്തത്തിൽ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തിന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരുപാട് നാളായിട്ടുണ്ടല്ലോ. മറ്റേ ഭാഗത്ത് കഴുത്തിൽ നിന്ന് തലച്ചോറിലോട്ട് പോകുന്ന രക്തക്കൊഴൽ നല്ല ചുരുക്കം ഉണ്ടെങ്കിൽ ഭാവിയിൽ വീണ്ടും സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നല്ല ചുരുക്കം ഉണ്ടെങ്കിൽ കരോട്ടിഡ് സ്റ്റെൻഡിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാം. ഭാവിയിൽ ഒരു സ്ട്രോക്ക് വീണ്ടും വരുന്നുണ്ടെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആശുപത്രിയിൽ എത്തിയാൽ മാത്രമാണ് ഈ സ്ട്രോക്കിന്റെ രക്തക്കൊഴലിൽ നിന്ന് നമുക്ക് ഈ ക്ലോട്ടിനെ നമുക്ക് വലിച്ചെടുക്കുക എന്നുള്ള പ്രക്രിയ ചെയ്യാൻ പറ്റും. ഹെർണിയ എന്നുള്ളതിന് ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തിലെ ഡോക്ടർമാരെ കാണണം കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജിയെ കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം ഡോക്ടർ അംജദ തുടരുന്നുണ്ട്. ഡോക്ടർ, ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ അനസ്തീഷ്യ എങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഇന്റർവെൻഷൻ റേഡിയോളജി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മിനിമലി ഇൻവേസീവ് ആയതുകൊണ്ട് തന്നെ അനസ്തീഷ്യ റിക്വയർമെന്റ് മോസ്റ്റ്ലി ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ തൊടയിലെയോ കയ്യിലെയോ രക്തക്കൊഴൽ വഴി കയറുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം മാത്രം മരവിപ്പിക്കാൻ വേണ്ടി ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക.
അറ്റ് ദ മോസ്റ്റ് നമുക്ക് വേണ്ടി വരെ ഒരു മോണിറ്റേർഡ് അനസ്തീഷ്യ, ചെറിയൊരു അനസ്തീഷ്യ സെഡേഷനിൽ മാത്രമാണ് ചെയ്യുന്നുണ്ടാവുക. മെജോറിറ്റി ഓഫ് ദ പ്രൊസീജിയേഴ്സ് ഇങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അനസ്തീഷ്യ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഈ പേഷ്യൻസിന് വളരെ കുറവായിരിക്കും. ചെറിയൊരു നിക്ക് അവർ ലോക്കൽ അനസ്തീഷ്യ മാത്രം കൊടുക്കുന്നു, പ്രൊസീജിയർ കഴിഞ്ഞു, പോസ്റ്റ് ഓപ്പറേറ്റ് വളരെ ചെറുതായിരിക്കും, പേഷ്യന്റ് അത് കഴിഞ്ഞിട്ട് നോർമൽ ആക്ടിവിറ്റീസിലൂടെ റിസീവ് ചെയ്യാം. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ചെന്നിത്തലയിൽ നിന്നും പൊന്നമ്മയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഓ പറഞ്ഞു. ഹലോ. എന്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. കാലിന് മാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം. ഇപ്പോഴും ആ കാല് വലിച്ചു വെച്ചാ നടക്കുന്നത്. 1 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. ഇവിടെ പരുമല ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് പ്രശാന്ത് സാറിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. അത് നിർത്താൻ പാടില്ല എന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് പല്ലിന് വേദന. അപ്പൊ ഡോക്ടർ പറഞ്ഞു യാതൊരു കാരണവശാലും പല്ലെടുക്കാൻ പുള്ളി അനുവദിക്കത്തില്ല, ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല, അത് വിഷയമാകും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഭയങ്കര പല്ലിന് വേദനയാണ്. ഒരു പല്ലിന് 1-2 പല്ല് ആടുന്നുണ്ട്. അത് പരസ്പരം മുട്ടുമ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. അപ്പം മരുന്ന് ഞാനിവിടെ മാവേലിക്കര ഗവൺമെന്റ് മെഡിക്കൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച്, അപ്പൊ ഡോക്ടർ ഒരു ആന്റിബയോട്ടിക് തന്നു. അത് കഴിച്ചപ്പം കുറച്ച് കുറവുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്ക് ആ പല്ലിന്റെ പ്രശ്നം ഇങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ എന്റെ ആങ്ങളിക്കും അത് തന്നെ പ്രശ്നം. സ്ട്രോക്ക് വന്നിട്ട് പിന്നെ അവനും പല്ലിന് വേദന. അപ്പം ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാല് പറഞ്ഞു എന്തോ പറഞ്ഞിട്ട് ഡോക്ടർ. അപ്പൊ ഈ സ്ട്രോക്ക് നമുക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് പുതിയ ഒരു സ്ട്രോക്ക്, അതായത് നമുക്ക് ഒരിക്കൽ രക്തക്കുഴലിന്റെ അകത്ത് ഇതുപോലെ എന്താ പറയാ ഫാറ്റ്, കൊഴുപ്പ് കെട്ടിക്കിടക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ രക്തക്ലോട്ട് കൊണ്ടോ ആണ് നമുക്ക് രക്തക്കുഴൽ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഒരിക്കൽ അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന രക്തം കട്ടയാവാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുന്നത് പുതിയ ഒരു സ്ട്രോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മരുന്നിന്റെ ഇഫക്റ്റ് നമുക്കൊരു ആസ്പിരിൻ, ക്ലോപ്പിഡോകൾ തുടങ്ങിയ ഗുളികകളാണ് കഴിക്കുന്നതെങ്കിൽ അതിന്റെ ഇഫക്റ്റ് മിനിമം ഒരു 5 to 7 days ഉണ്ടാവും. ഈ ഇപ്പം ഈ മരുന്നുകൾ നമ്മൾ കഴിക്കുന്ന ഓറലി ആണല്ലോ, നമ്മൾ ഈ കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ ഇഫക്റ്റ് എല്ലാ രക്തക്കുഴലിലും ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ രക്തക്കുഴലിലും ഇതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എവിടെ ഒരു മുറിവോ കാര്യങ്ങളോ ഉണ്ടായാലും അവിടെ നിന്ന് അമിതമായ രക്തസ്രാവത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ സ്ട്രോക്കിന് വേണ്ടി തലച്ചോറിലോട്ട് പുതിയ ക്ലോട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഈ മരുന്നുകൾ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും ക്ലോട്ടിങ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പല്ലെടുക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ന്യൂറോളജി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവരതിന്റെ റിസ്ക്കും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതായത് ഇതുപോലെ നമ്മൾ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിനുശേഷം മാത്രമേ അത് നിർത്തുകയോ പല്ലെടുക്കുന്നതിന്റെ കാര്യങ്ങളും ചെയ്യേണ്ടി പറ്റും. അപ്പൊ പല്ലെടുക്കുന്ന ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ പല്ല് എടുക്കണമെങ്കിൽ ബ്ലീഡിങ് അവർക്ക് നിർത്താൻ പറ്റണം. ഈ മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവും. അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ ഈ മരുന്ന് നിർത്തേണ്ടി വരും. അപ്പം ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ന്യൂറോളജി ഡോക്ടർ, അതായത് പുതിയ സ്ട്രോക്ക് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, ബ്ലീഡിങ്ങിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, ഈ റിസ്ക്കും ബെനിഫിറ്റും നോക്കിയിട്ട്, അതായത് നമ്മൾ എടുക്കുന്ന റിസ്ക്കും നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റും തമ്മിൽ താരതമ്യം ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ആ ഒരു മരുന്ന് നിർത്തണോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് ഡോക്ടർ ഡിസിഷൻ പറയുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ന്യൂറോളജി ഡോക്ടറെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുന്ന കാര്യത്തെ ചോദിച്ച് അപ്പൊ റിസ്ക്കും ബെനിഫിറ്റും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാം. ശരി, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, ഇന്റർവെൻഷണൽ റേഡിയോളജി ട്രീറ്റ്മെന്റ് കാലയളവ് എത്രയാണ്? പിന്നിൽ ചികിത്സാ ചെലവ് എങ്ങനെയായിരിക്കും? വളരെ കോമൺ ആയിട്ട് ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇത് പുതുതായിട്ട് വന്നതായതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ബാക്കി ഒരു ചികിത്സാ രീതി, അതിന്റെ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഹോസ്പിറ്റൽ സ്റ്റേ, ആ ഹോസ്പിറ്റൽ സ്റ്റേയുടെ സമയത്ത് രോഗിക്ക് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, കൂടിരിപ്പുകാർക്ക് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, അപ്പൊ അത്രയും ഒരു ഫിനാൻഷ്യൽ ലോസ് നമ്മളിപ്പോ വേറെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇന്റർവെൻഷൻ റേഡിയോളജി സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവാണ്. അപ്പം 2-3 ദിവസത്തിൽ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആകുമ്പോഴത്തേക്കും അവർക്ക് തിരിച്ച് നോർമൽ ലൈഫിലോട്ടും നോർമൽ ആയിട്ടുള്ള അവരുടെ ജോലിയിലോട്ടും തിരികെ പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും കൂടെ വെയ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു എക്സ്പെൻസ് ഒന്നും ഇന്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയേഴ്സിന് ഇല്ല.
ഡോക്ടർ, മാത്രമല്ല ചികിത്സയ്ക്ക് ശേഷമുള്ള പരിചരണം എങ്ങനെയായിരിക്കണം? ചികിത്സയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞതുപോലെ വളരെ മിനിമലി ഇൻവേസീവ് ആയതുകൊണ്ട് ഒരു ഭയങ്കരമായ ഒരു പരിചരണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മളിപ്പോ കയ്യിലെ രക്തക്കുഴൽ വഴിയാണ് നമ്മളിപ്പോ ഇതൊക്കെ ഞാൻ പറയുന്നത് വാസ്കുലർ പ്രൊസീജിയർ, രക്തക്കുഴലിലോട്ട് പോകേണ്ട പ്രൊസീജിയേഴ്സ് ആണെങ്കിലാണ്. ഇപ്പൊ ബയോപ്സി പോലുള്ള പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ നമുക്ക് മേ ബി ഒരു 1 hour ഒബ്സർവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോവാം. FNAC ഡ്രെയിനേജ്, അതായത് ഇപ്പൊ നമുക്ക് പഴുപ്പ് കെട്ടിക്കിടക്കുന്നുണ്ട്, നമ്മൾ പഴുപ്പിലോട്ട് ട്യൂബ് ഇട്ടു. ഇപ്പൊ ഒരു പേഷ്യന്റിന് പിത്താശയത്തിൽ കുറച്ച് എൽഡേർലി ആയിട്ടുള്ള പേഷ്യന്റ്, ഇപ്പൊ നേരത്തെ നമുക്ക് വിളിച്ച പ്രേക്ഷകരെ പോലെ ആസ്പിരിൻ ക്ലോപ്പിഡോഗൽ, അതായത് നമുക്കിങ്ങനെ രക്തം കട്ടയാവാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ഒരു ഹൈ മോർബിഡ് സ്റ്റാറ്റസ് ഉള്ള ഒരു പേഷ്യന്റ് വരികയാണ്. ആ പേഷ്യന്റ് പിത്താശയത്തിൽ ഇൻഫെക്ഷനും ബൾബോകോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നു. അവർക്ക് ഒരു ഓപ്പൺ സർജറി ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല ആ പേഷ്യന്റ് എങ്കിൽ നമുക്ക് ഇന്റർവെൻഷൻ റേഡിയോളജി ചെയ്യാനുള്ളത് ചെറിയൊരു സൂചി ഇട്ടിട്ട് നമ്മൾ ആ ഒരു പിത്താശയത്തിന്റെ ഉള്ളിലോട്ട് പോയിട്ട് നമ്മളൊരു ട്യൂബ് ഇട്ടിട്ട് ആ പഴുപ്പിനെ പുറത്തോട്ട് ഡ്രെയിൻ ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മൾ ജസ്റ്റ് ഒരു സ്യൂച്ചർ ചെയ്ത് വെക്കുന്നു, ആ ഡ്രെയിൻ ഔട്ട്പുട്ട് നമ്മൾ അതുവഴി നോക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചികിത്സയൊക്കെ ആണെങ്കിൽ ഇതിന് അങ്ങനെ ഒരു കോളിസിസ്റ്റെക്ടമി എന്നുള്ള സർജറി ചെയ്ത് കഴിഞ്ഞ് കൊടുക്കേണ്ട പോസ്റ്റ് ഓഫ് കെയറും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ട്യൂബ് മാത്രമാണ് നമ്മൾ ശരീരത്തിന് ഉള്ളിലോട്ട് ഇട്ടേക്കുന്നത്. അതിന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും നോക്കുക, ട്യൂബ് വലിയാണ്ട് നോക്കുക, രോഗിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് ചെയ്യാം. രോഗി ഒന്ന് ബെറ്റർ ആയി കഴിയുമ്പോൾ അവർക്ക് പെർമനന്റ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ രക്തക്കുഴൽ വഴി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ, തൊടയിലെ രക്തക്കുഴൽ വഴിയാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു 6 മണിക്കൂർ ആ ഏത് കാലാണ് പോയിരിക്കുന്നത് ആ കാലില് ബ്ലീഡിംഗ് ഒന്ന് അറസ്റ്റ് ആയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാകുന്നത് വരെ നമ്മൾ ആ കാലം അനക്കാതിരുത്തുന്ന മതി. കയ്യിലെ രക്തക്കുഴലാണെങ്കിൽ അവിടുത്തെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആയ ഉടനെ തന്നെ പേഷ്യന്റിന് കാര്യങ്ങളിലോട്ട് കിടക്കാം. അങ്ങനെ വലിയൊരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇന്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയേഴ്സിന് ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഡോക്ടർ, സാധാരണക്കാർക്കിടയിൽ വരുന്നൊരു സ്വാഭാവികമായ സംശയമാണ്, സർക്കാർ തലത്തിൽ എവിടെയെല്ലാം ഈ ചികിത്സ ലഭ്യമാണ്, സർക്കാർ മെഡിക്കൽ കോളേജുകൾ ലഭ്യമായ സൗകര്യങ്ങൾ എന്തെല്ലാം എന്നത്? നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടൊരു ഇന്റർവെൻഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവൈലബിൾ ആണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ശ്രീചിത്രയിൽ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാക്കി ഏതൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് നിങ്ങൾ വരുന്നത് പോലെ തന്നെ OP ടിക്കറ്റ് നോർമൽ ഇന്റർവെൻഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് OP ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ 9 മണി മുതൽ 1 മണി വരെ OPD നമുക്ക് ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. OPD ടിക്കറ്റ് എടുത്ത് വരാം, ഡോക്ടേഴ്സിനെ കാണാം. നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും സംശയമാണ്, ഇപ്പം നമുക്ക് ഈ ഒരു ടൈം പീരീഡ്, ഈ ഒരു പരിമിതപ്പെട്ട സമയത്തുള്ളിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റുന്നതുമായ ക്വസ്റ്റ്യൻസിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ അതല്ല, ഒരു അസുഖം ഉണ്ട്, അതിന് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ എന്തെങ്കിലും ചികിത്സ ഉണ്ടോ എന്നെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 9 മുതൽ 1 മണി വരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്റർവെൻഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് OPD ടിക്കറ്റ് എടുത്ത് വരാവുന്നതാണ്. പിന്നെ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു IP ഉണ്ട്, നമുക്ക് അഡ്മിഷൻസ് നമുക്ക് അവിടെ കൊടുക്കാം, ICU സർവീസസ് നമുക്ക് തന്നെയുണ്ട്. അപ്പം അത് ഒരു ഫുൾ ഫ്ലെജ് ആയിട്ട് ബാക്കി ഏതൊരു ഡിപ്പാർട്ട്മെന്റും പോലെ തന്നെയാണ് ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും റൺ ചെയ്യുന്നത്. ശരി ഡോക്ടർ, ഇന്റർവെൻഷണൽ റേഡിയോളജിയെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ ആധുനിക ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊപ്പം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് അംജദ് കലാമാണ് ചേർന്നത്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.